എസ് ക്വസ്റ്റ്യൻസ്, അതായത് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്. സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ഒരു സെയിൽസ്മാനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്ന് നോക്കാം. സിറ്റുവേഷണൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രോസ്പെക്റ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അയാളുടെ ബിസിനസ് എങ്ങനെ പോകുന്നു, അയാളുടെ ബിസിനസ് ഗോളുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അയാളുടെ ബിസിനസ് എന്തൊക്കെയാണ്, വേറെ ഏതെങ്കിലും ബിസിനസ്സുകൾ അയാൾ ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ അയാൾ യൂസ് ചെയ്യുന്ന ബിസിനസ്സിലെ ടെക്നോളജി എന്താണ്, ഇപ്പോൾ അയാൾ ചെയ്യുന്ന ബിസിനസ്സിൽ പുതിയ സിസ്റ്റംസോ പ്രോസസ്സോ ഉണ്ടോ, അങ്ങനെ പ്രധാനപ്പെട്ട, അതായത് പ്രസന്റ്ലി ഉള്ള വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. അതാണ് എസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് പി ക്വസ്റ്റ്യൻസ്. പി ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ക്വസ്റ്റ്യൻ. അതായത് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് ഒരു സെയിൽസ്മാന് പ്രോസ്പെക്റ്റിന്റെ പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും അയാൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ആ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലായാൽ അതിനുള്ള ഒരു സൊല്യൂഷൻ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ പി ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തേതാണ് ഇംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. എന്താണ് ഇംപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്? ആ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ ഇത് ഫ്യൂച്ചർ റിലേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ ചോദിച്ച പ്രോബ്ലം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനില്ലേ അതിന്റെ ഫ്യൂച്ചറിലുള്ള ഇംപ്ലിക്കേഷൻസ് എന്താണ്. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സെൻസ് ഓഫ് അർജൻസി. അതായത് ഇംപ്ലിക്കേഷൻ ചോദ്യങ്ങളിലാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എന്തുകൊണ്ട് ഇപ്പൊ തന്നെ വാങ്ങണം എന്നുള്ള ആ സെൻസ് ഓഫ് അർജൻസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നീഡ് പേ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ക്ലോസിംഗ് ക്വസ്റ്റ്യൻസ് വരിക. അതായത് നമ്മൾ ആ സിറ്റുവേഷനും പ്രോബ്ലവും ഇംപ്ലിക്കേഷനും അതിന്റെ ഫ്യൂച്ചറിലേക്കുള്ള ഇംപ്ലിക്കേഷനും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യുന്നത്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന്റെ പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ ആയിട്ട് നമ്മൾ പിച്ച് ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ്. ഇവിടെ നമ്മൾ അദ്ദേഹത്തിന്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യും. മെജോറിറ്റി ഓഫ് ദ ക്ലോസിംഗ് വിൽ ഹാപ്പൻ ഇൻ നീഡ് പേ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 4 രീതിയിലാണ് സ്പിൻ വർക്ക് ചെയ്യുന്നത്: സിറ്റുവേഷണൽ, പ്രോബ്ലമാറ്റിക്, ഇംപ്ലിക്കേഷൻ ആൻഡ് നീഡ് പേ ഓഫ് ക്വസ്റ്റ്യൻസ്.